Hi friends, എല്ലാവർക്കും സുഖമല്ലേ? ടിപ്സ് ഫോർ ഹാപ്പി ലൈഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഒരു ഡ്രിങ്ക് ആണ് പരിചയപ്പെടുത്തുന്നത്. അത് നമ്മുടെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കാനായിട്ട് അതേപോലെ തന്നെ നിറം വെക്കാനായിട്ട് നല്ലതാണ്. പിന്നെ മറ്റൊരു ഗുണമെന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു ഡ്രിങ്ക് കഴിക്കുന്നത് മൂലം കൊളസ്ട്രോളും കുറയ്ക്കാൻ സഹായിക്കും എന്നുള്ളതാണ്. ഇത്ര 3 ഗുണങ്ങളുള്ള ഒരു ഡ്രിങ്ക് ആണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ ഒരു ഡ്രിങ്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇഷ്ടമാകും എന്നുള്ളതാണ്. എൻ്റെ മോൻ ഇത് തയ്യാറാക്കി കൊടുത്തപ്പോൾ സൂപ്പറാണെന്നാണ് അവൻ പറഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമാകും. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് തയ്യാറാക്കുന്നത് കാണാവേ. വീഡിയോ ഫുള്ളായിട്ട് കാണുക, എന്നിട്ട് അതുപോലെ ഇന്ന് തന്നെ ചെയ്ത് നോക്കണേ. നമ്മൾ ആദ്യം തന്നെ ഒരു ക്യാരറ്റ് ആവിയിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് അതിനുശേഷം ഇനിയിപ്പോൾ തൊലിയൊക്കെ കളഞ്ഞെടുക്കണം കേട്ടോ. എന്നിട്ട് അരിഞ്ഞെടുക്കണം. അപ്പോൾ ക്യാരറ്റ് നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കാനായിട്ട് വളരെ നല്ലൊരു കാര്യമാണ്. കാരണം ഇതിൽ ധാരാളം വൈറ്റമിൻ എ അടങ്ങിയിട്ടുണ്ട്. അത് നമ്മുടെ കാഴ്ചശക്തിയെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കും. അപ്പോൾ കണ്ണടയൊക്കെ വെക്കാതെ നമുക്ക് മാക്സിമം പോകാനായിട്ട് നമ്മൾ ക്യാരറ്റ് പതിവായിട്ട് നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തിയാൽ സാധിക്കും. നമ്മുടെ സ്കിന്നിന് കൂടുതൽ ആരോഗ്യത്തോടെയും മൃദുവായും ഒക്കെ കാത്തു സൂക്ഷിക്കാനായിട്ട് ക്യാരറ്റ് കഴിക്കുന്നതുകൊണ്ട് നല്ലതാണ്. ക്യാരറ്റ് ഫേഷ്യൽ ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. പതിവായിട്ട് ക്യാരറ്റ് കഴിക്കുന്നതിലൂടെ നമ്മുടെ ചർമ്മത്തിൻ്റെ നിറം വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കും. ക്യാരറ്റ് നമ്മുടെ രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതിന് സഹായിക്കും. അതേപോലെ തന്നെ ബാഡ് കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നൊരു കാര്യമാണ് ക്യാരറ്റ് കഴിക്കുന്നത്. സ്ട്രോക്ക്, ഹാർട്ട് അറ്റാക്ക് എന്നീ പ്രശ്നങ്ങളെയൊക്കെ അകറ്റാനും നല്ലതാണ്. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് ഒരു ആപ്പിളാണ്. നമ്മുടെ ശരീരത്തിൻ്റെ പുതിയ കോശങ്ങളുടെയൊക്കെ രൂപീകരണത്തെ സഹായിക്കുന്ന കാര്യമാണ് ആപ്പിളിൽ ഉള്ളത്. അതേപോലെ തന്നെ ഒരുപാട് പോഷക ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഒരു മാന്ത്രിക പഴം എന്ന് അറിയപ്പെടുന്ന ഒന്നാണ്. ഇതിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ആൻറ്റി ഓക്സിഡൻസുകളും രോഗങ്ങളെ ചെറുക്കുന്നതിനുള്ള ഘടകങ്ങളും അടങ്ങിയിട്ടുണ്ട്. ഞാനിവിടെ 5 ബദാം എടുത്തു വെച്ചിട്ടുണ്ട്. ബദാം നമ്മൾ തലേദിവസം അല്ലെങ്കിൽ കുറച്ച് മണിക്കൂറുകൾ മുൻപേ നമ്മൾ വെള്ളത്തിൽ സോക്ക് ചെയ്തെടുത്ത ബദാം വേണം എടുക്കാനായിട്ട്. അത് നമ്മൾ തൊലിയൊന്നും കളയേണ്ട, അതേപോലെ തന്നെ എടുത്തു വയ്ക്കുക. നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ബാഡ് കൊളസ്ട്രോൾ കൂടിയിട്ടുള്ള ആൾക്കാർക്ക് അതൊക്കെ കുറയ്ക്കാനായിട്ട് വളരെ നല്ലതാണ്. അപ്പോൾ ഹൃദയാഘാത സാധ്യത കുറയ്ക്കും, മെമ്മറി കൂട്ടും, ഇങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. എപ്പോഴും മൂഡ് ഓഫ് പോലുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നവർക്ക് തലച്ചോറിൻ്റെ ആരോഗ്യത്തിനും രക്തയോട്ടം വർദ്ധിപ്പിക്കാനും മൂഡ് ശരിയാകാനും ഒക്കെ നല്ലതാണ് ബദാം കഴിക്കുന്നത്. അപ്പോൾ ബദാം ഉണ്ടെങ്കിൽ ബദാം കൂടി മസ്റ്റായിട്ടും എടുക്കുക. പിന്നെ നമ്മൾ 5 ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്. ഈന്തപ്പഴം, അത് ഇത്തിരി ഹാർഡായിട്ടുള്ള ഈന്തപ്പഴം ഉണ്ടാവും, അതേപോലെ തന്നെ സോഫ്റ്റ് ആയിട്ടുള്ളതും ഉണ്ടാവും. ഇപ്പോൾ ഇവിടെ നമ്മൾ സോഫ്റ്റ് ആയിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്യാതെ വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് സമയം മുമ്പ് ഒരു ചെറിയ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് പെട്ടെന്ന് അലന്ന് കിട്ടിക്കോളും. നമുക്ക് ജ്യൂസൊക്കെ അടിക്കാനായിട്ട് എളുപ്പമായിരിക്കും. നമ്മളിവിടെ മധുരത്തിനായിട്ടാണ് കേട്ടോ ഈന്തപ്പഴം ചേർത്തിരിക്കുന്നത്. ഈന്തപ്പഴം ഇല്ലെങ്കിൽ തേൻ ആഡ് ചെയ്യാം. അപ്പോൾ ഇതിൽ ഒരു കാര്യം ഇല്ലയെന്ന് ഓർത്തിട്ട് നമ്മളിത് ഉണ്ടാക്കാതിരിക്കേണ്ട കേട്ടോ. അപ്പം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന എല്ലാ ഐറ്റംസും കൂടി നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ അടുത്തായിട്ട് നമ്മൾ കുറച്ച് പാൽ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം 2 ഗ്ലാസ് പാലാണ്. അതുകൂടി കുറച്ച് ഒഴിച്ചിട്ട് ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കാനാണ് പോകുന്നത്. അപ്പോൾ പാലിന് പകരം വെള്ളം ചേർത്തിട്ടും കൊളസ്ട്രോൾ ഉള്ളവർക്കൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ അവർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച വെള്ളം എടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ മിക്സിയിൽ അടിച്ചു കൊണ്ടുവന്നതിന് ശേഷം കുറച്ചുകൂടി പാൽ ചേർത്തിട്ട് നമ്മൾ ഒന്നുകൂടി അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്പെഷ്യൽ ജ്യൂസ് റെഡിയാകും. ഒരു ഷെയ്ക്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നല്ലൊരു വെറൈറ്റി ടേസ്റ്റാണ് അതിന് കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ്, മസ്റ്റായിട്ടും ഉണ്ടാക്കണേ. ഇപ്പം നമ്മൾ മുതിർന്നവരാണെങ്കിലും കുട്ടികളാണെങ്കിലും ഒക്കെ മൊബൈലൊക്കെ നോക്കി നമ്മുടെ കണ്ണുകൾക്കൊക്കെ 100 പ്രശ്നങ്ങളൊക്കെയാണ്. അപ്പോൾ അങ്ങനെയുള്ളവരെല്ലാവരും തന്നെ ഇതേപോലെ ഈ ഒരു ഷേക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ടേസ്റ്റ് അടിപൊളിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് നല്ല തണുത്ത പാലിലുണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് കേട്ടോ. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ടും മറക്കരുത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ആ കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓളൊന്നുകൂടി സെലക്ട് ചെയ്ത് വയ്ക്കുക. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾ ചെയ്തിട്ടുള്ള കുറച്ച് ടിപ്സുകളും കാര്യങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ക്വസ്റ്റ്യൻസും കമൻറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.